കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള ഈ പ്രഭാത വചന സന്ദേശം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. നാം കൂടുതലായി പഠിക്കുന്നത് പുതിയ നിയമഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾക്കും അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾക്കും പുതിയ നിയമത്തിലെ മറ്റ് മാർമിക സത്യങ്ങളും അപഗ്രഥിച്ച് പഠിക്കുന്നതിൽ നാം എന്നും സമയം കണ്ടെത്തുന്നു. ഈ പഠനങ്ങൾ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസകരമായി തീരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10:38 മുതലുള്ള വാക്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് അതിനെ 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. അവിടെ നാം വേഗത്തിൽ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. ലൂക്കോസ് 10:38 മുതലുള്ള വാക്യങ്ങളുടെ ശേഷം ഉള്ള സംഭവ വികാസങ്ങൾ എല്ലാം വീണ്ടും കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. അവിടെയാണ് ലാസറിന് വേഗത്തിൽ രോഗമാകുന്നു. ആ രോഗം മൂർച്ഛിക്കുന്നു. വളരെ പെട്ടെന്ന് ഈ ദീനം മരണത്തിലേക്ക് പ്രവേശിക്കുന്നു. മരിച്ചു, അടക്കി. ഇപ്പോൾ 4 ദിവസമായി. 4ാമത്തെ ദിവസമാണ് കർത്താവായ യേശു ഈ ഭവനത്തിലേക്ക് വരുന്നത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതിക്ക്, ദൈവിക വഴികൾക്ക്, ദൈവിക നടത്തിപ്പിന്, ഓരോരോ ദൈവ പ്രവർത്തികൾക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള മാർഗമുണ്ട്, മുഖാന്തരങ്ങളുണ്ട്, അതിനുള്ള നിയോഗമുണ്ട്, വഴികളുണ്ട്, ആലോചനയുണ്ട്. അതിന്റെ പൂർത്തീകരണം ദൈവികത പ്രകാരം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാണ് നാം പ്രാരംഭമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തിടുക്കമോ വേഗതയോ നമ്മുടെ ബൈപ്പാസുകളോ അല്ലെങ്കിൽ കുറുക്കു വഴികളോ ദൈവഹിതത്തിന് പകരമാകത്തില്ല. എല്ലാ ദൈവ പ്രവർത്തന പിന്നിലും ദൈവത്തിന്റെ ആലോചനകളുണ്ട്. അത് ദൈവത്തിന്റെ ഹിതത്തിലും ദൈവത്തിന്റെ സമയത്തിലും ദൈവ ഇഷ്ടത്തിലും മാത്രമേ അതൊക്കെ നിറവേറുകയുള്ളൂ. പക്ഷേ ബെഥാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തെ നോക്കി കർത്താവ് ഒരു പ്രവചന ദൂത് പോലെ ഒരു കാര്യം വെളിപ്പെടുത്തി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. അതിന്റെ അർത്ഥം, മാർത്തയെ, നിന്റെ ലൈഫിൽ നിന്ന് എന്തോ നാളെ ഒന്ന് അപഹരിക്കപ്പെടും. എന്താണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തത്? അവൾ കർത്താവിന് പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ പാതാനിക വന്നിരിക്കുന്ന മറിയയോട് കർത്താവ് മറ്റു കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്ത് കാണത്തില്ല. അന്നത്തെ പ്രധാന സംഭവങ്ങളും രാഷ്ട്രീയ വർത്തമാനങ്ങളും കാലാവസ്ഥാ പ്രവചനങ്ങളും അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചോ നാം ചിന്തിക്കുന്ന പോലെ യാതൊരു കാര്യങ്ങളും കർത്താവിൽ നിന്ന് ഒരിക്കലും കേൾക്കുവാൻ കഴിയുകയില്ല. എപ്പോഴും യേശു കർത്താവ് പിതാവിനുള്ളത് ദൈവികതം, സ്വർഗീയമായ ശബ്ദങ്ങള്, നിത്യതയുടെ വെളിപ്പാടുകള്, പ്രത്യാശയുടെ ദൂതുകള്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകള്, ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി കർത്താവ് സംസാരിക്കും. മറിയോട് സംസാരിച്ചത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാണ്. അതുകൊണ്ടായിരിക്കാം പിന്നത്തേതിൽ ഈ മരണം സംഭവിച്ച വീട്ടിലേക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എത്തിയപ്പോൾ മറിയ ഓടി വന്ന് പരാതികള്, പരിഭവങ്ങളോ അല്ലെങ്കിൽ തന്റെ അത്തരത്തിൽ പിറുവിറുപ്പുകളോ അവിശ്വാസങ്ങളോ ഒന്നും ഉണ്ടായില്ല. യേശുവിനെ കാണുകയും ഓടി വന്ന കാൽക്കൽ വീഴുകയും ചെയ്തു. ഗുരു ആ വീട്ടിൽ വന്നപ്പോൾ കർത്താവ് ഇങ്ങനെ ആജ്ഞാപിച്ചു, മറിയെ വിളിപ്പി, ഗുരു വന്നിട്ടുണ്ട് എന്ന് അവളോട് പറവി. യേശു വിളിച്ചതിന് ശേഷമാണ് മറിയെ പുറത്തു വന്നത്. പക്ഷെ മാർത്തയോ ഈ ഏക സഹോദരൻ മരിച്ച വീട്ടിൽ പാർക്കുവാൻ പോലും കഴിയാതെ ഈ ഗ്രാമത്തിന്റെ അതിന്റെ പടിപ്പുര വാതിക്കൽ, എൻട്രൻസ് ഗേറ്റിൽ അല്ലെങ്കിൽ ഗ്രാമം തുടങ്ങുന്ന ആ വഴിത്തലക്കൽ മാർത്ത ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. അത് മറ്റാരെയുമല്ല, അവരുടെ കർത്താവും ഗുരുവുമായ യേശുവിനെ ആവലോടെ, ആഗ്രഹത്തോടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും മാർത്ത ഗ്രാമത്തിന്റെ ആ ഒരു പ്രധാന സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും മാർത്തയെ അവിടെ തന്നെ കാണാം. ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ യേശുവിനെ കാണുമ്പോൾ തന്നെ ഒത്തിരി പരാതികൾ പറയാനായിരിക്കും. എന്താണ് പറയുമ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുടുംബത്തെ കർത്താവ് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക്, ദൈവിക സത്യത്തിലേക്ക്, ആത്മ നടത്തിപ്പിലേക്ക്, സമ്പൂർണ്ണ ദൈവികതത്തിലേക്ക്, എന്താണ് ദൈവ ഇഷ്ടം എന്നത് തിരിച്ചറിയുവാൻ ചില അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അവർ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ കുടുംബം പോകേണ്ടതായിട്ട് വന്നു. അവിടെയാണ് ഈ രോഗവും ദീനം വളരെ വേഗം മൂർച്ഛിച്ചതും പെട്ടെന്ന് ലാസർ മരണത്തിലേക്ക് പോകുവാനിടയായതുമൊക്കെ. ഈ ചില എപ്പിസോഡുകൾ നാം ചേർത്ത് പഠിക്കുമ്പോൾ ആ കുടുംബത്തിൽ കർത്താവിന് വീണ്ടും ചിലത് ആഴങ്ങളിൽ ഇടപെടുവാനുണ്ട്. മാർത്തയെയും മറിയയും സഹോദരനെയൊക്കെ ചില കാര്യങ്ങൾ വീണ്ടും ദൈവിക സത്യ കൊണ്ട് ആ പൊരുൾ തിരിച്ചു നൽകുവാനുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 4 ദിവസം വരെ കർത്താവ് താമസിച്ചു. യഥാർത്ഥത്തിൽ ലാസർ രോഗിയാണെന്ന് കർത്താവിനെ വിളിച്ചറിയിപ്പിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരായ തോമസും പത്രോസും മറ്റ് സഹശിഷ്യന്മാരെല്ലാവരും ഈ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞ മാത്രമേ തന്നെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് പോകുവാൻ യേശുവിനെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോഴും യേശു ബഥാനിയയിലേക്ക് പോകാതെ യഹൂദയിലേക്ക് പോവുകയാണ്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, വീണ്ടും യഹൂദയിലേക്ക് പോയാൽ പരീശന്മാരും ശാസ്ത്രന്മാരും വലിയൊരു സമൂഹം, ഗുരു അങ്ങേ എറിയുന്നവർ, അങ്ങയുടെ ശുശ്രൂഷയെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും ഇപ്പോഴും യഹൂദയിലുണ്ട്. കർത്താവിന്റെ മനോഭാവവും താല്പര്യവും ബഥാനിയയിലേക്ക് പോകണമെന്നല്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പിന്നത്തേതിൽ പറയേണ്ടി വന്നത്, നാം താമസിച്ചാൽ ലാസർ നിശ്ചയമായി മരിക്കും, നമുക്ക് ഉടൻ തന്നെ പോകണം. കർത്താവിനെ നിർബന്ധിക്കുകയാണ്. ആ സമയത്ത്
ആ വീടിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം കർത്താവ് ശിഷ്യന്മാരോട് സ്വകാര്യമായി പറഞ്ഞു. നാം ഇന്നലെ പഠിച്ചത് ഒന്നാമത്തെ പ്രവചനം മാർത്തയോടായിരുന്നു. ഇത് നിന്നിൽ നിന്ന് അപഹരിക്കപ്പെടുവാൻ ചില സാധ്യതകൾ ഞാൻ കാണുന്നു. എന്തൊക്കെയോ നിന്റെ ലൈഫിൽ നിന്ന് അപഹരിക്കപ്പെടും. പറഞ്ഞ പോലെ സംഭവിച്ചു. മാർത്തയുടെ ജീവിതത്തിൽ നിന്ന് സഹോദരൻ എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സഹോദരിക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. കാരണം ഒരിക്കലും ഇപ്പോൾ ഈ സഹോദരി പുനരുത്ഥാനമോ അല്ലെങ്കിൽ ലാസർ മരണത്തിൽ നിന്ന് പുറത്തു വരും, പന്തിയിലിരിക്കും, സഹോദരനെ മടക്കി ലഭിക്കുമെന്നുള്ള ചിന്താഗതി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഇതാണ് മാർത്തയുടെ സാഹചര്യം. പക്ഷെ മറിയ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. യേശു ഭവനത്തിലേക്ക് വന്നപ്പോൾ കാൽക്കൽ വീണു. അന്നേരവും ഒരു പരിവേദനം പോലെ, പരിഭവം പോലെ ചില വാക്കുകൾ, കർത്താവേ അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെ പ്രിയമുള്ളവരെ, മാർത്തയോട് പറയാത്ത രഹസ്യം യേശു മറിയയോട് പറഞ്ഞു. മറിയ കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. അവിടെയാണ് യേശു കണ്ണുനീർ വാർത്തു എന്ന് തിരുവചനത്തിൽ കാണുന്നത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിഷയങ്ങൾ നാം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ ദൈവിക ഇടപെടൽ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് മാർത്തയുടെ ലൈഫിൽ, മറിയയുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരോട്. എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? പകൽ സമയത്ത് നടക്കുന്നവൻ സൂര്യന്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറിപ്പോകുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ ഇടറിപ്പോകുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അന്ന് ശിഷ്യന്മാർക്ക് എന്ത് മനസ്സിലായി? ഒരു വ്യക്തി ദീനമായി കിടക്കുന്ന രോഗിയാണ്, പെട്ടെന്ന് മരിക്കും, വേഗത്തിൽ വരണം, പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുമ്പോൾ ഇതാണോ മറുപടി? സൂര്യനും വെളിച്ചവും രാത്രിയും ഇടർച്ചയും, ഇതാണോ ദൂത്? പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒരു ദൈവിക ഇടപെടലാണ്. എന്തുകൊണ്ട് ദൈവം ഇപ്രകാരം ഇടപെടുന്നു എന്ന് നമുക്ക് വീണ്ടും ഈ ഭാഗങ്ങൾ നാളെ ചിന്തിക്കാം. നിങ്ങൾ ദയവായി ഈ എപ്പിസോഡുകൾ അനേകർക്ക് ഷെയർ ചെയ്യുക. ഈ വചന വ്യാഖ്യാനങ്ങൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ ധാരാളം പ്രിയമുള്ളവർക്ക് അവരുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുവാൻ സഹായകരമായി തീരും. ബെഥാനിയയിലെ വീട്ടിലെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.